അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം 5:30 കേട്ടോ, കറക്റ്റ് 5:32 ഉണ്ടാവുകയെ. അപ്പോൾ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല കേട്ടോ ചെയ്യണത്, അതായത് ഒരു മോർണിംഗ് റുട്ടീൻ. ഇപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ തേജു അല്ലെങ്കിൽ മിൻഷാട്ടം പോണ വരെ എൻ്റെ ഒരു പണി എന്താണെന്നാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം, അത് ഒരുപാട് നേരം നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടില്ല, എടുക്കുക എന്തായാലും. അപ്പോൾ ആദ്യം ഞാനൊരു മോർണിംഗ് റുട്ടീൻ കാട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ മോർണിംഗ് റുട്ടീനൊക്കെ. അപ്പോൾ എന്തായാലും അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. എന്തായാലും നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ഷുവറായിട്ടും ചെയ്യും. അപ്പോൾ ഒരു ചെറിയ മോർണിംഗ് റുട്ടീൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 5:30 ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ നേരെ എനിക്ക് വന്നേക്കാണ്. എനിക്ക് വന്നിട്ട് ഞാൻ നേരെ പോയിട്ട് ചോറിന്, കാരണം അരി വേഗം കുറച്ച് ടൈം എടുക്കുന്ന അരിയാണ്. അപ്പോൾ ഞാൻ വേഗം വെള്ളം വെച്ചിട്ടാണ് ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്യുക, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാത്റൂമിൽ പോയി എല്ലാം കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം വയ്ക്കാനാട്ടോ പോണത്. ചേച്ചപ്പനും ചേട്ടനും ഉറങ്ങാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു. രണ്ടാളും ഉറങ്ങാണ്ടോ. അപ്പോൾ അതേ ഞാൻ വോയിസ് കൊടുക്കുകയാണ്, കാരണം അമ്പലത്തിൽ പാട്ട് വെച്ചുകൊണ്ട് ആ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നല്ല ഇരുട്ടാവും കേട്ടോ പുറത്തൊക്കെ. അപ്പോൾ ഞാൻ പുറത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ഞാൻ ഇതൊക്കെ കണ്ടോ, നല്ല ഇരുട്ടാണ് പുറത്തുണ്ടാവുക. പിന്നെ ഞാനിതേ പറഞ്ഞ പോലെ ചോറിന് വെള്ളം വയ്ക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഇവിടെ ഞാൻ വോയിസ് കൊടുക്കുന്നതാണ്, കാരണം നല്ല പാട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വോയിസ് കൊടുക്കുക. അപ്പോൾ ചോറിന് വെള്ളം വയ്ക്കുകയാണ്. പിന്നെ ഞാൻ നേരെ പോണത് ബ്രഷ് ചെയ്യാനൊക്കെ ആട്ടോ പോണത്. വെള്ളം വെച്ചിട്ട് വരുമ്പോഴേക്കും വെള്ളം തിളയ്ക്കും. അപ്പോൾ പിന്നെ വന്ന് അരിട്ടാൽ മതിയല്ലോ. വെള്ളം വെച്ചു, ഞാനൊന്ന് ബ്രഷ് ചെയ്യുക, കാര്യങ്ങളൊക്കെ കഴിയുക, ബാത്റൂമിൽ പോകുക, എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ബാക്കി പണിയോട് തുടങ്ങുക. അപ്പം അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്, കോപ്പിറൈറ്റ് കിട്ടും. എല്ലാം കഴിഞ്ഞു കേട്ടോ, ബ്രഷ് ചെയ്തു, എല്ലാം ചെയ്തു. ചെറിയ രീതിക്കൊന്ന് ഫേസ് മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ കഴിഞ്ഞു. ഇനി കിച്ചണിലേക്ക് പോവുകയാണ്. ബാക്കി ഞാൻ സൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. ബൈ. അങ്ങനെ തന്നെ വരുമ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അരി കഴുകി ഇടാനുള്ള പരിപാടിയിലാണ്. അത് കറക്റ്റ് ടൈം ആവും കേട്ടോ എൻ്റെ. ഞാൻ വിരലും വെള്ളം തിളക്കലൊക്കെ ഒരുമിച്ചാവും. അപ്പോൾ ഞാൻ വേഗം അരി കഴുകി അതിലിടും. പിന്നെ നമ്മൾ ചാക്സനിലാണല്ലോ വെക്കുക. അപ്പോൾ ഒന്ന് അരി മാറി ചോറിൻ്റെ രൂപം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചാക്സനിൽ ഇറക്കി വയ്ക്കുക കേട്ടോ ചെയ്യുക. ഇതേ തേജുവിനെ നോണ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവനിതേ പയറുപ്പേരി ആട്ടോ വയ്ക്കണത്. അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. അപ്പോൾ എന്നോ വീഡിയോയിൽ ഞാൻ കണ്ടു, നമ്മുടെ വെളുത്തുള്ളി ഇതൊന്നും ഫ്രിഡ്ജിൽ മുന്നേ വെക്കരുതെന്നൊരു വീഡിയോ ഒക്കെ അയച്ചൊന്നും ആരും ഇൻസ്റ്റയിൽ. അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടി നിർത്തിയിട്ടുണ്ട്. പക്ഷേ പണ്ടോട്ടെ എൻ്റെ അമ്മയൊക്കെ ആയാലും അമ്മമ്മയൊക്കെ ആയാലും എല്ലാതും തലേ ദിവസം അരിഞ്ഞ് വെച്ച് കണ്ടിട്ടുള്ളൊരു പരിചയമുള്ളതിൻ്റെ പുറത്താട്ടോ ഞാനത് ചെയ്തത്. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് നല്ലതല്ല പറയേണ്ടത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ വെളുത്തുള്ളി വാങ്ങിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കേണ്ടത് നന്നല്ല എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. എങ്ങനെയാണ് മീൻ ചെയ്തെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ചെയ്യണത് തലേ ദിവസം ഒന്ന് നന്നാക്കി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, പിറ്റേ ദിവസം രാവിലെ തന്നെ സംഭവം എടുക്കും. അത് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ട സ്ഥിതിക്ക് അങ്ങനെ ചെയ്തില്ല. കൈയോടൊക്കെ നന്നാക്കി, പയറൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെച്ചു കേട്ടോ ഞാൻ. അങ്ങനെ ഞാനിത് കൈയോടെ നന്നാക്കിയിട്ടാട്ടോ ചെയ്ത്. പിന്നെ ആ എണ്ണയിൽ തന്നെ, എണ്ണ ചൂടാവുമ്പോൾ ഉപ്പേരിക്കുള്ള എണ്ണയാണ്, പക്ഷേ എണ്ണയിൽ ഞാൻ ആദ്യം തേജുവിനുള്ള പപ്പടം കാച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഉപ്പേരി അതിൽ വെക്കണത് കേട്ടോ. പിന്നെ ഞാനിപ്പം നന്നാക്കി എടുക്കുന്നത് മീൻകറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ. പിന്നെ ഞാൻ തകൃതി പണിയിലാണേ, അതുകൊണ്ട് നമുക്കിപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഉപ്പേരി, മീൻകറി, മീൻ വറുക്കാണ്ട് അതിനുള്ള എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പേരി ആയിണ്ടോ നോക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ അതായത് നമ്മുടെ ചോറ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാൻ ചാക്സനിൽ ഇറക്കി വയ്ക്കും. ചാക്സൺ കുക്കർ അപ്പുറത്തെ കിച്ചണിലാണ്, അപ്പോൾ അത് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കാട്ടോ ചെയ്യുക. അങ്ങനെ അതായത് നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി തുടങ്ങി. പിന്നെ ഇത് തേജുവിന് നൂൽപ്പിട്ടിനുള്ള വെള്ളാട്ടോ പാൽപ്പാത്രത്തിൽ വെച്ചേക്കണത്. ഇന്ന് ഞാൻ തേജുവിന് നൂൽപ്പിട്ടും തേങ്ങാപ്പാലും കേട്ടോ കൊടുത്തയക്കണത്. ഇടയ്ക്ക് നമ്മൾ ബേക്കറി, ബ്രെഡ്, ബെന്ന് അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതേ ഞാൻ നൂൽപ്പിട്ടിനുള്ളതാട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മിൻഷാട്ടിന് കൊണ്ടുള്ള മീൻ വറുക്കാണ്. ഇതേ ചൂടുവെള്ളം ഒഴിച്ച് ചൂട് വിട്ടാലേ നമുക്ക് കുഴയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ചൂടാറാൻ വേണ്ടിയിട്ടാട്ടോ ഇതങ്ങനെ വെച്ചിരിക്കണത്. പിന്നെ അതേ നമ്മുടെ തേങ്ങാപ്പാലിനുള്ള തേങ്ങ ചിരകാട്ടോ ഞാൻ. അപ്പോൾ ഗൈസ് നമ്മുടെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടോ. അതേ മീൻ വറുത്തുണ്ട് ചേട്ടന് കൊണ്ടുപോകാൻ. പിന്നെ അതേ ഇത് മീൻകറിയാണ്. പിന്നെ അതേ പയറുപ്പേരി തേജുവിന് കൊണ്ടുപോകാനാണ്. പിന്നെ ഇതിൽ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. തേജുവിന് കൊണ്ടുപോകാൻ നൂൽപ്പിട്ടിനുള്ള വെള്ളാട്ടോ വെച്ചേക്കണത്. അതെ, പിന്നെ ഇത് അവനയിലേക്കുള്ള തേങ്ങാപ്പാൽ. അപ്പം അത്രയും സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ചോറ് വാർക്കാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് അവിടെ നിന്ന് ആയിക്കോളും. ഈ നൂൽപ്പിട്ടിൻ്റെ വെള്ളം ഇതാകുമ്പോഴേക്കും ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കും. നൂൽപ്പിട്ട് പീച്ച് വെച്ചതിന് ശേഷം ഞാൻ അടിച്ചു വരാൻ പോകും. പിന്നെ ഞാൻ വേഗം കുളിക്കാനാണ് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യട്ടെ. ബൈ.
എണ്ണ പറ്റാനേ മൂടാൻ പോവാനേ. അപ്പോൾ അത് അവിടെ നിന്ന് ആയിക്കോളും. ഇതും കൂടി ഞാൻ കഴുകാൻ പോവാട്ടോ. ഞാൻ തുടയ്ക്കാൻ പോയിട്ടില്ല കേട്ടോ. നമുക്ക് തേങ്ങാപ്പാൽ ആക്കണ്ട തേജുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ അരയ്ക്കാൻ പോവാണ്. ഒന്നുമില്ല, ശർക്കര വെള്ളം മാത്രം ഒഴിച്ചിട്ട് തേങ്ങ നല്ല അരച്ചെടുക്കും. എന്നിട്ട് അതിലെ വെള്ളം പാല് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇടും. ജീരകം ഇടുന്നതാണ് ഇഷ്ടമല്ല. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും. അതാണ് അവന് നൂൽപ്പെട്ടിക്ക് ഇഷ്ടം. കണ്ടോ, ഇത്തിരി വെള്ളമാക്കിയിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുക്കട്ടെ ഞാൻ. ഇതാണ് വെറുതെ പിടിച്ചത്. എനിക്ക് 6:30 കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇതാക്കും. വല്ലാണ്ട് പേസ്റ്റ് ആക്കില്ല കേട്ടോ, ഒന്ന് അടിച്ചെടുക്കുള്ളൂ. കാരണം വല്ലാണ്ടാക്കിയാൽ നമുക്ക് ആ പാല് കിട്ടില്ല. ഉണ്ടോ, ഒന്ന് ജസ്റ്റ് കറക്കി എടുത്തിട്ടുള്ളൂ. ഈ സംഭവമല്ലേ, ഇത് വെച്ചിട്ടായിട്ട് പിരിയാൻ പോകുന്നു. മൊത്തമായിരിക്കും ഇടുവേ. കണ്ടോ, ഇനി ഇത് വെച്ചിങ്ങനെ പിഴിഞ്ഞെടുക്കും. ഇത് ചണ്ടി ചമ്മന്തി ഉണ്ടാക്കാൻ എടുക്കുക. ഞാനേ ഇതിൽ മധുരം ഇട്ടിട്ടില്ല കേട്ടോ. ഇത് എത്ര വേണ്ടോ അവന് കണ്ടോ, ഇത്രേ വേണ്ടു. ഇതിലിനി ഞാൻ പഞ്ചസാര നല്ലോണം ഇളക്കുള്ളൂ. നമ്മുടെ നൂൽപ്പിട്ടായിട്ട് ഇങ്ങനെ ഓഫ് ചെയ്തിടുകയാണ്. അപ്പോൾ ഇനി ഈ ചണ്ടി ഇല്ലേ, ഈ സാധനം നമ്മൾ പിഴിഞ്ഞത്, അതിലേക്ക് ഞാൻ കുറച്ച് ചെറുള്ളി നന്നാക്കിയിട്ടുണ്ടല്ലോ അതിടും. പിന്നെ കുറച്ച് പുള്ളിയുടെ കുരു കളഞ്ഞിട്ട് കുഞ്ഞ കഷ്ണം പുളി ഇടും. ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കും കേട്ടോ. ഇത്ര വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരെണ്ണം കൂടി എടുക്കാം. പിന്നെ അതേ പുളി എടുത്തുവേ. ഇത് കുരുല്ലാത്തതാണ്, അതിലേക്ക് ഇട്ടു. ഞാൻ കല്ലുപ്പാട്ട് ഇടണത്, എന്തായാലും കുറച്ചിടണുള്ളൂ. വേറെ ഒന്നല്ല, എടുത്തപ്പോൾ കല്ലുപ്പ കയ്യിൽ കിട്ടിയത്, അതുകൊണ്ടാണ്. ശർക്കരം വെള്ളാക്കുണ്ട്. ഈ കുറച്ച് കിട്ടോ. ഇത് അടിക്കണ്ട, നമുക്ക് അടിക്കട്ടെ കേട്ടോ. പിന്നെ ഇതിൽ ഉണക്കമുളകൊക്കെ ഇല്ലേ, അതൊക്കെ വാട്ടിയിട്ടാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് അതിനുള്ള നേരം ഇല്ല. ഒക്കെ ഞാൻ പച്ച അങ്ങനെ ചെയ്യണേ. അല്ലെങ്കിൽ പിന്നെ ചീനമുളക് അതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ വെച്ചാൽ അപ്പം പൊതിച്ചോറ് കഴിക്കാൻ തോന്നും. ഇപ്പോൾ പ്രത്യേകിച്ച് തേങ്ങ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാവും. വെളിച്ചെണ്ണ കേട്ടോ, കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ചുമ്മാ ഒരു ഷോ. പിന്നെ അത് വളരെ കുറച്ച് കറിവേപ്പില, ഇതും ഷോ. ഇതിങ്ങനെ വെക്കുള്ളൂ. ഇനി ഇത് പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ ഇളക്കി എടുക്കുള്ളൂ കേട്ടോ. ഞാൻ തുടച്ച സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഏട്ടായിക്കണ്. ഞാൻ എരി ഇട്ടിട്ടില്ലേ, വെറും പുളി രസത്തിൻ്റെ ഒരു ഇതിനാണ്. അപ്പോൾ സംഭവം ആയതുകൊണ്ട് എനിക്ക് എന്താ പണിയെന്ന് വെച്ചാൽ നൂൽപ്പിട്ടായത് ഒരു പാത്രത്തേക്ക് മാറ്റുക. പിന്നെ അപ്പം തന്നെ വേഗം പോയിട്ട് അടിച്ചോരണം പുളിയും കഴിഞ്ഞാൽ എൻ്റെ പകുതി പണി കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. അപ്പം അത് ഇവിടെയൊക്കെ തുടക്കട്ടെ. തേങ്ങാപ്പാലിൽ മധുരം ഇട്ട് അത് മറക്കും ഞാനെപ്പോഴും. മധുരം ഇങ്ങനെയാണോ പിള്ളേർക്ക് ഇഷ്ടച്ച അതുപോലെ ചെയ്തോട്ടോ. തേജപ്പന് ഓവർ മധുരം ഇഷ്ടമല്ല, ചെറിയ രീതിക്കുള്ളൊരു മധുരം ഇഷ്ടമാണ്. ഇവിടെയൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കട്ടെ. അതേ നൂൽപ്പിട്ടായിട്ടുണ്ട് കേട്ടോ, തേങ്ങാപ്പാലും. ഇനി ഇത് ഞാൻ മൂടി വെക്കട്ടെ കേട്ടോ. അതൊക്കെ ഇവിടെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറാവണുള്ളൂ. ഇവിടെയും കഴുകി വേസ്റ്റ് കളഞ്ഞിട്ടില്ല, വേസ്റ്റ് കളയണം. ഇനി അടുത്ത പണി ഉമ്മറ തുറക്കട്ടെ. ചോറ് അവിടെ ആവണുള്ളൂ കേട്ടോ. ഇപ്പോൾ 7 മണി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിനി എന്തായാലും ഉമ്മറത്തെ വാതിൽ നോക്കട്ടെ. ഉമ്മറം അമ്മാതിരിട്ടാവും കിടക്കുന്നുണ്ടാവും. എന്തായാലും ഫ്രണ്ടൊന്ന് തുടച്ചിടണം. ശാലമായി ഉമ്മറും ഇങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഇതൊന്നും ഞാൻ ക്ലീൻ ആക്കട്ടെ. ഞാൻ ഇവിടെ കണ്ട ചടി കണ്ട നായ്ക്കൾ വന്നിട്ട് ഇവിടെ ആദ്യം തുടച്ചിട്ടെ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിരിക്കും. ഞാൻ ക്യാമറ ഓണാക്കി വെക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടാവില്ല. ഞാൻ ഭയങ്കര 7 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേഗം അടിച്ചോരൽ തീർക്കണം. അപ്പോഴേക്കും എനിക്ക് ബാത്റൂമിൽ ഇരുത്തതിൻ്റെ ഇടയിലൊക്കെയാണ് തീർക്കുക. പിന്നെ സമയ പരിക്രമിതികൾ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തായാലും വേഗം ക്ലീൻ ആക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം ഫസ്റ്റ് ഉമ്മറം തുടച്ചിടും കേട്ടോ. ഉമ്മറം മാത്രമേ തുടയ്ക്കുള്ളൂ. പിന്നെ തേജ് പോയതിന് ശേഷമാണ് ഞാൻ അകമൊക്കെ തുടയ്ക്കുള്ളൂ. അകം അടിച്ചോരിയിടും. എല്ലോടും ഞാനതേ വേഗം അടിച്ചോരിട്ടിട്ടുണ്ട്. ഇതിന് ശേഷമായിട്ടോ ഞാനിനി തേജുവിനെ എനിപ്പിക്കലും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഞാൻ അതിന് ഇനി വാതിലൊക്കെ അടയ്ക്കാൻ പോവുകയാണേ.
എൻ്റെ തേച്ചപ്പം കുളി തീർക്കുക. അതാണ് അലറ അടിച്ചു തേജുവോ? തേജുവിനെ ഞാൻ തൂക്കിയെടുക്കുന്നു. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എനിക്ക് തേജുവിന് ഞാൻ ബാത്റൂമിൽ ഇരുത്തിയേക്കാം കേട്ടോ. അപ്പോഴേക്കും എനിക്ക് കുളിക്കാനാണ് അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ അവൻ്റെയും കുളി കഴിഞ്ഞിട്ട് കാണാം. കുളി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തേജുവിന് കുളിക്കാൻ വെള്ളം ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ചോറ് എന്തായാലും വെക്കണം. 7:32 ചോറ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാർക്കാൻ വെക്കട്ടെ കേട്ടോ. ഞാൻ തേജുവിനെ കുളിപ്പിച്ച് വരുമ്പോഴേക്കും ഈ ചോറ് മൊത്തം വാർക്കും. പിന്നെ അതിൽ തേജുവിന് വേണ്ട കഞ്ഞിവെള്ളങ്ങളും ഉണ്ടാവും. അപ്പം അത് വെള്ളം ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലിത് മുട്ടയാണ് വെച്ചേക്കുന്നത്. തേജുവിന് വെള്ളം എടുത്തതിന് ശേഷം ചേട്ടനുള്ള മുട്ട വെച്ചിട്ടുണ്ട്. തേജപ്പൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ നമ്മളെന്താ കളിക്കാൻ നിൽക്കണേ? ഇനി തേജുവിനെ ഡ്രസ്സ് ഇടിക്കുക, ട്രൗസർ ഇടിക്കുക, ചോറ്. അപ്പോൾ അവന് ഡ്രസ്സ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ വിളക്കത്തിക്കുന്ന സമയം 7:30 ഇവിടെ രാവിലത്തെ. അപ്പം ഞാൻ എന്തായാലും വിളക്കത്തിക്കട്ടെ കേട്ടോ. വിളക്കത്തിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പണിയെന്ന് വെച്ചാൽ ഇവനൊന്ന് കഴിക്കാൻ കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ പണി. അപ്പം ഞാൻ 7:45 8 മണിയാകുമ്പോഴേക്കും എങ്ങനെ 8 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോറാക്കലും ഇവന് കഴിക്കാൻ കൊടുക്കലും ഒരുമിച്ചാവും. അപ്പം ഇനി ഇവന് കഞ്ഞിയാട്ടം കൊടുക്കണം. അത് കൊടുക്കാൻ പോവാണ്. തേജു കഴിക്കുന്നുണ്ട്. ഞാൻ ഓട്സിനുള്ള വെള്ളം വെച്ചേക്കാണ്. അതെന്തായാലും അത് ഇറക്കി വിടാൻ കുറച്ച് നേരം എടുക്കും. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്യും. ഞാൻ വെള്ളം ഒന്നും ആകുമ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ പാത്രം ഉണ്ടാവും, ഒന്ന് കഴുകാണ്ട് അതും കൂടി കഴുകണം. അപ്പോഴേക്കും ഓട്സിൻ്റെ വെള്ളം ആയിട്ടുണ്ട്. അതാട്ടോ ഓട്സ് ആക്കണം. അതിൻ്റെ അടുത്ത് പോയോക്കട്ടെ. പഴം കഴിഞ്ഞേക്കണു. നോക്കിക്കോ, അയക്കണോ ഓഫാക്കിക്കോ. ഒന്ന് കുറച്ചിട്ട് അന്നി തേജുവിൻ്റെ അടുത്തേക്കാട്ടോ. തേജുവിന് ഒരു വായ കൊടുത്തു കഴിഞ്ഞാൽ ബെഡ്റൂം വിരിച്ചിടണം. ഇറക്കിയോ കുട്ടി? കഴിഞ്ഞിട്ട് അവത് അപ്പളേക്ക് ഇറക്കും. അവനത് ആ ഒരു വായ ഇറക്കുമ്പോഴേക്ക് ഞാനത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെ വൃത്തിയാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വന്ന് ഞാൻ അവന് കുറച്ച് കഞ്ഞിയും കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമുള്ള പണി അവന് കഴിക്കാനുള്ളത് പാത്രത്തിൽ ബോക്സിലാക്കുക, ബാഗ് സെറ്റാക്കുക. അതന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഞാൻ അവന് നൂൽപ്പിട്ട് ആക്കുന്നുണ്ട് കേട്ടോ. 3 നൂൽപ്പിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ ഞാൻ കാണിച്ചുല്ലോ, ആ ഒരു തേങ്ങാപ്പാലാണ് കേട്ടോ വെക്കണത്. അത് നന്നായി ഇളക്കിയിട്ട് മധുരം സെറ്റായതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കും. പിന്നെ നൂൽപ്പിട്ട് കഴിക്കുമോ എനിക്ക് അറിയില്ല. ചിലപ്പോൾ നൂൽപ്പിട്ട് സംഭവം അവന് ഇഷ്ടമാണ്. എന്തായാലും കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരം അതാണ്. പക്ഷേ ഞാനിനിയിപ്പോൾ അഥവാ കഴിച്ചില്ലെങ്കിലോ ഇനിയിപ്പോൾ കഴിക്കാൻ മടി അങ്ങനെ ഇരുന്നിട്ട് കഴിക്കാൻ ഒരു മടി ഉണ്ടെങ്കിൽ ഞാനൊരു കഴിക്കാൻ മടിയായിട്ട് കഴിക്കാണ്ടിരുന്നാലോ വിചാരിച്ചിട്ട് ഞാൻ ബ്രെഡും കൂടിയും വെക്കുന്നുണ്ട് കേട്ടോ. 2 ബ്രെഡ് മാത്രം വെച്ചു. ചിലപ്പോൾ ബ്രെഡും കഴിക്കും. ബ്രെഡ് കഴിച്ചതിൻ്റെ ഒരു ഇതിൽ ചിലപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലുള്ള കാരണം അതും കഴിക്കും. എന്താ കഴിക്കാമെന്ന് അവന് മാത്രമേ അറിയുള്ളൂ. നമുക്കൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇതൊന്നും കഴിക്കാണ്ട് കൊണ്ടുവരും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഇതുള്ള കാരണം ഞാൻ ബ്രെഡും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓരോന്ന് പലഹാരപാത്രം എടുത്ത് എല്ലാം വെക്കാമെന്ന് തോന്നുന്നു. എല്ലാം ഇഷ്ടമുള്ളത് കാണുമ്പോൾ ഇതൊക്കെ വെച്ചാലോ തോന്നും. പക്ഷേ ടീച്ചർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്നാക്സിലേക്കുള്ള ഫുഡ് കൊടുത്തയക്കേണ്ട. ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ സ്നാക്സ് പരമാവധി കുറയ്ക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ഒരു സംഭവം വെച്ചു. പിന്നെ മധുരമുള്ളതും അല്ലേ. ചട്ടത്തിൽ പാലൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. തേജുവിൻ്റെ ടിഫിൻ ബോക്സ് ഇതൊന്ന് സെറ്റ് ചെയ്യണം. കുപ്പിയിൽ വെള്ളമാക്കണം. ഈ സംഭവത്തിൽ ഞാൻ മേശയും കൊണ്ടുവയ്ക്കും. ഇറക്കിയോ?
ഇറക്കിയോ? അതാട്ടോ കുപ്പി. പിന്നെ അതെല്ലാം അവൻ്റെ ബാഗിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ബാഗ് ഫ്രണ്ടിൽ കൊണ്ട് വെക്കും. കഴിഞ്ഞാ ആകട്ടെ. ഇനി അടുത്ത ഡ്യൂട്ടി ഫുള്ള് വിൻചാറ്റിൻ്റെയാണ് അവനെ ഒരിക്കല്. അപ്പോൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തേജു ഫുള്ള് കഴിച്ചിട്ടില്ല. ഇനി ആയിട്ടുള്ള അംഗം ഞാൻ ഫ്രീ ആയി. ഇന്ന് വൈറ്റ് യൂണിഫോം ആട്ടാ. ഇനി ഇന്നും ചളി കുളിച്ചിട്ട് പോരാട്ടായില്ലേ? അല്ല അവൻ്റെ മുഖത്ത് വെള്ളം മിനിച്ചാട്ടാ. ഞാൻ യൂണിഫോം എടുത്തിട്ട് വരാട്ടാ. യൂണിഫോം ഇട്ട് പോകുമ്പോൾ എനിക്കാ നെഞ്ചിൽ പടച്ചില് എങ്ങനെ എന്ത് കോലത്തിലാണ് വരിക. അയ്യോ ഓരോ ദിവസം വരുമ്പോൾ ഓരോ ടൈപ്പിലായിരിക്കും കേട്ടോ വരാറ്. ഇത് ഭയങ്കര വിറ്റായിട്ടുണ്ട്. അലമാര തുറക്കണമെങ്കിൽ ഇരുന്നിട്ടൊക്കെ സാധനങ്ങൾ എടുക്കാം. എന്താ സെറ്റപ്പ് അല്ലേ? അതാ വരണ്ടേ പൊന്നെ. പക്ഷെ എനിക്ക് സംഭവം ഇങ്ങനെ ഇട്ടപ്പോഴാട്ടേക്ക് റൂം ഇഷ്ടമായത്. കുറച്ച് സ്പേസ് ഒക്കെ തോന്നി. അങ്ങനെ കുഞ്ഞു റൂമാണല്ലോ നമ്മുടേത്. എനിക്ക് കുറച്ചും കൂടി ഇതായിട്ട് ഇഷ്ടമായി. ഇനി വൈറ്റ് കുറച്ച് കഴുകി ഉജാല മുക്കി സെറ്റാക്കി യൂണിഫോമിന് ഇപ്പം എങ്ങനെ ഇന്ന് വരികയാണാവോ. ടവലൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ ടവൽ എവിടെ? ഇന്നലെ നീ ടവൽ കൊണ്ടുപോയില്ലേ? ഇന്നലത്തെ ടവൽ ഇതല്ല. ഇന്നലത്തെ ടവലോടെ ഒരു ടവൽ കൊണ്ട് കളഞ്ഞിരിക്കണോ? അപ്പൊ ഇന്നലെ കൊണ്ടുപോയി ടവലോ? ആ മുടി ആക്കാതെ ഇട്ട് കൊടുക്കും. മുടി ആക്കി കൊടുക്കാം. നമ്മ കുറി ചാലിച്ചിട്ട് വരാട്ടാ. അപ്പൊ കുറി ചാലിക്കട്ടെ. ഫുള്ള് സ്പ്രേയിലും കുളിപ്പിച്ചിട്ടാട്ടാ തേച്ച് പോവുക. അത് നേരെ തന്നെയാ തേജു. അവിടെയൊക്കെ നേരെയാ. ഏത് ഡ്രസ് ഇട്ടാലും ഇങ്ങനെ ചൊറിച്ചിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ഇതന്നെ ചൊറിച്ചില് പറയാ. ഒരു ഡ്രസ് ഇട്ട് അവിടെ ഇരിച്ചു ഇവിടെ ഇരിച്ചു അങ്ങനെ എങ്ങനെ ഇവിടെ ശരിയാക്കുക അവിടെ ശരിയാക്കുക. ഇതിനെ ചൊറിച്ചില്. നിനക്ക് ടൈം എന്തായി നോക്കട്ടെ. പോരാ ഇറങ്ങാ. ചെരുപ്പിടാൻ പാ. ഇന്ന് തേജു ബ്ലാക്ക് ഷൂ ഇട്ടാലോ? അപ്പൊ ഗൈസ് നേരം 23 അതിനടുക്കാം. നീ ചെരുപ്പിട്ടോ. 25 കഴിഞ്ഞാൽ വരും. ഞാൻ അവന് ഇനി കോട്ടയും ചെരുപ്പിടട്ടാ. കോട്ടയും ബാഗ് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങാണ്. ഓക്കെ ഗൈസ് കൊട കിട്ടി. ചേട്ടാ ഞാൻ ഇറങ്ങാനേ. തൂക്കി ഗൈസ് ബാഗ്. വാ. വാതിലടച്ചു. ഫോട്ടോ എടുത്തില്ലേ അമ്മ? റോട്ടിൽ നിർക്കാന്ന്. ഓക്കെ ഹാപ്പി. അങ്ങനെ തേച്ച് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത് നിൽക്കുക കേട്ടോ. അത് അപ്പോഴേക്കും വണ്ടി വന്നു. 2-3 ക്ലിക്കൊക്കെ എടുത്തിട്ട് ആശ്വസിപ്പിച്ചിട്ടായിട്ട് വിട്ടയച്ച്. അങ്ങനെ ഇത് അവനെ വണ്ടി കയറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറാം. പക്ഷേ അവൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ ഒപ്പമുള്ളവർ അവിടെ നിന്ന് കയറുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം അങ്ങനെ 2 അടി നടന്ന് അങ്ങോട്ട് എത്തിയല്ലോ. അപ്പോൾ അവരുടെ ഒപ്പം അവനൊരു സ്റ്റോപ്പിൽ നിന്ന് അങ്ങനെ കയറ്റാട്ടോ ചെയ്യുക. അങ്ങനെ എന്തേ തേജപ്പം പോയിട്ടോ. ഇപ്പം ഒന്നും ചിരിച്ചിട്ട് പോകണോണ്ട് ഞങ്ങൾക്ക് സന്തോഷമാട്ടോ. തേജപ്പം പോയി. ഞങ്ങൾ ഗെയിം വീട്ടിലേക്ക്. ഈശ്വര മഴ പെയ്യും തോന്നുന്നു. എനിക്കാണെങ്കിൽ തിരുമ്പാണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത പണി എന്താ വെച്ചാൽ വേഗം തിരുമ്പും. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഓരോ മൃഗങ്ങളോ ജാതികളൊക്കെ ഉണ്ട്. ജീവികളൊക്കെ ഉണ്ട്. അന്ന് കണ്ടില്ലേ എന്താ. അപ്പോൾ അടുത്ത പണി ഇതന്നെ. തിരുമ്പൽ ആദ്യം തീർക്കും. കാരണം മഴ പെയ്താൽ ഞാൻ പെടും. ചിലപ്പോൾ മഴ ഉച്ച വരെയൊക്കെ പെയ്താക്കി രാത്രിക്ക് കുറേ തിരുമ്പണ്ടാവും. അപ്പോൾ ഞാൻ വാതിലടയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ തിരുമ്പാൻ പോവാം കേട്ടോ. തിരുമ്പിയിട്ട് വരാം. അപ്പോൾ ബൈ. തിരുമ്പണ വരെ ചാർജ് ചെയ്യാൻ വെക്കാം ഫോൺ. അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യാൻ വെക്കട്ടെ. തിരുമ്പട്ടെ. പിന്നെ ഇതേ ഞാൻ മഴ വരുമ്പോഴേക്കും ഇതേ അവൻ തിരുമ്പിയിടുകയാണ്. അപ്പോൾ ചേട്ടനാട്ടോക്ക് ഇത് വീഡിയോ എടുത്തുന്നത്. ചേട്ടന് പോവാറായി എന്ന് പറഞ്ഞു. അപ്പോൾ തുടയ്ക്കാൻ നിൽക്കണേക്കാൾ മുന്നേ ഞാൻ ചേട്ടന് കൊണ്ടുപോകാണ്. ഇതാക്കാൻ പോവാണ് കേട്ടോ.
ചേട്ടൻ്റെ ചോറ്. ഓക്കെ, ഇതാ സൺസ്ക്രീം അല്ല, സൺസ്ക്രീൻ എൻ്റെ സൺസ്ക്രീനാണ് ഇഷ്ടമാക്കുന്നത്. ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ എന്താണാവോ അതിന് ബേക്കെടുത്ത ചോട്ടാ അവിടെ വയ്ക്കാം. ഞാൻ തുടയ്ക്കാൻ പോവാണേ. അപ്പോൾ ഗൈസ് ഞാൻ തുടയ്ക്കാൻ പോവുകയാണ്. ഇവിടെ വയ്ക്കാം ക്യാമറ. തുടയ്ക്കൽ ഞാൻ ചടപിടും തന്നെ തീർക്കപ്പോൾ ചിലപ്പോൾ എനിക്ക് അയ്യോ ഇങ്ങനെ വരില്ലേ കുറച്ച് നേരത്തെ ചിലപ്പോൾ ഞാൻ ഫുൾ എടുക്കും അറിയില്ല. ഞാനിതേ ഇവിടെ ക്യാമറ വയ്ക്കും, ഫുള്ള് തുടച്ചിങ്ങോട്ട് വേഗം വരിക ചെയ്യാട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഏകദേശം ഇത്രയും ഉള്ളൂ. ഇപ്പോൾ ചേട്ടൻ പോയി കഴിയുമ്പോഴേക്കും എല്ലാം തീരും. ഇപ്പോൾ ഏകദേശം 9 മണി ആവാറായിട്ടുണ്ടാവും. അപ്പം ഞാൻ തുടയ്ക്കാൻ പോവാണ്. അടുക്കളുടെ സ്ലാബൊക്കെ തുടച്ചുള്ളൂ. ഇനി ഈ ഇവിടെ ഒന്ന് തുടയ്ക്കും, പിന്നെ ടേബിളൊന്ന് തുടയ്ക്കും, വാഷ് ബേസിൻ്റെ അവിടെ ഒന്ന് തുടയ്ക്കും, പിന്നെ അവിടെ കുഞ്ഞ് ടേബിളിൽ പൊടി പെട്ടെന്ന് വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഒന്ന് അവിടെയും തുടയ്ക്കും. ഞാനിവിടെ തുടച്ചു. ഇനി അപ്പുറത്തെ സൈഡ് കേട്ടോ, ഇവിടെ തുടച്ചു, ഇങ്ങോട്ട് പോരി. ഇനി ഇവിടെ ആയിട്ട് തുടയ്ക്കുക. ഇവിടെ ഇത് കഴിഞ്ഞു. ഇനി ഞാൻ കുഞ്ഞി മേശ എന്ന് പറഞ്ഞത് ആ കുഞ്ഞി മേശയാണ്. എന്താ പറയുക സാധനം അത് വാഷ് ബേസിൻ്റെ അവിടെ ഈ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ഡെയിലി തുടയ്ക്കും. പിന്നെ അത് ഇവിടെ ഉണ്ട് കേട്ടോ, അത് അവിടെ അവിടെ തുടയ്ക്കാം. അത് കഴിഞ്ഞു. ഇനി ഞാൻ ഫ്ലോറ് നിലം ലൈറ്റ് എടുത്തല്ലേ പോവാ, നിലം തുടയ്ക്കാൻ പോവാ. അപ്പോൾ ഇതാദ്യം ഒന്ന് ഒഴിപ്പിഴിഞ്ഞിട്ട് അവിടെ ഇടും. പിന്നെ ചേട്ടൻ പോവാ, ചേട്ടനെ യാത്രയ്ക്ക് ഇട്ട് വരാം. ചേട്ടൻ പോവുകയാണ്. എനിക്കവിടെ ഒരു പണി വെച്ചാൽ മറ്റേ പോകട്ടോ, അതൊന്നും ഗേറ്റ് അടയ്ക്കണം. അപ്പം ഞാൻ ഗേറ്റ് അടച്ചിട്ട് വരാം. അതെ, ഗേറ്റ് അടച്ചു കേട്ടോ. ഇപ്പം സമയം കറക്റ്റ് 8:50 അപ്പോൾ ഞാൻ തുടയ്ക്കാൻ പോവാം. ചാർജ് 32 രാവിലെ തുടങ്ങിയപ്പോൾ ഹസനമല്ലേ. അപ്പോൾ ഞാൻ ഫുള്ള് തുടച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം ഞാൻ തുടയ്ക്കാൻ പോവാണേ. തുട കഴിഞ്ഞു കേട്ടോ. നല്ല ചൂടെടുക്കുന്നുണ്ട്. ഫാൻ്റെ ചോട്ടിൽ തന്നെ വന്നിട്ട് നല്ല ചൂട്. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇട്ട പിന്നെ ചൂടിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇനി ഒന്ന് മുഖം കഴുകണം, മുഖമൊന്ന് കഴുകണം. കുറച്ചൊക്കെ ഫാൻ്റെ ചോട്ടിലിരിക്കും. പിന്നെ നമ്മുടെ തലയിൽ ഈ പൊതിക്കെട്ടൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം, മുടിയൊക്കെ ഒന്ന് ഉണക്കണം. പിന്നെ അങ്ങനെ എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞാൻ ഉമ്മറത്ത് റോട്ടിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറിയിരിക്കും. പിന്നെ ഫോണിൽ എഡിറ്റ് ചെയ്യുക, അങ്ങനെ എന്തൊക്കെ പണിച്ചാൽ ഫോൺ കണ്ടിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ മുഖപ്പൊന്ന് കഴുകി ഒന്ന് സെറ്റായിട്ട് വരാം. കുടി പോകും, കുടികാറ് തൊടാലോ. അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്യട്ടെ, മുടിയും എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോഴേക്കും ചാർജ് ആവും. ഞാനെന്ത് ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ചാർജ് കുത്തി വെച്ചിട്ടാണ് ഞാൻ ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കാണാം. ബൈ. ഞാൻ സെറ്റായിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. മുടി ഉണങ്ങും. ഓൾറെഡി ചെറിയൊരു നനവൊക്കെ ഉണ്ടാവുള്ളൂ രാവിലെ അങ്ങനെ ആക്കണമല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി കണ്ണെഴുതി തൊട്ട് വേറെ അതൊക്കെ തന്നെയുള്ളൂ. ഇപ്പം ഞാൻ മുഖത്തൊന്നും പരട്ടാറൊന്നുമില്ല കേട്ടോ. എന്നോട് അതായത് മറ്റേ സ്കിൻ കെയർ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ മെസ്സേജ് വരും. പിന്നെ മേക്കപ്പ് വീഡിയോ അതൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരു കെയറും ഇല്ല, സ്കിന്നും ഇല്ല, ഹെയറും ഇല്ല, ഒന്നും ഒരു കെയറും ഇല്ല. കാലിൽ നെയിൽ പോളിഷ് പോലും ഇല്ല. കൈ വരെ കണ്ടോ, ഞാൻ കാണിച്ചില്ല കൈ കൂടി. ഇതാണ് അവസ്ഥ. നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിലും നെയിൽ പോളിഷ് ഗേൾസ് ചെയ്യണ ആളാണ് ഞാൻ. എന്ത് ചെയ്തില്ലെങ്കിലും കാലും കൈ നെയിൽ പോളിഷ് ഒക്കെ നടക്കുക. അതുപോലെ ഞാനിപ്പോൾ ചെയ്യൽ കുറവാണ്. എന്നോട് തന്നെ നിങ്ങൾ സ്കിൻ കെയർ ചോദിക്കണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പ്ലാനുണ്ട് സ്കിൻ കെയർ ഒക്കെ. കാരണം കുരുവൊക്കെ ഒന്ന് പോയി വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റേത് എനിക്ക് ഡെയിലി ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ ഓരോ ക്രീമും കാര്യങ്ങളും ഫൗണ്ടേഷനും കാര്യങ്ങളും അല്ല, ഞാൻ ഉടനെ ഒരു ഗാർണിയറിൻ്റെ ഒരു ക്രീം തേച്ചിരുന്നു. സംഭവം നല്ലതാട്ടോ. പിന്നെ സൺസ്ക്രീൻ അങ്ങനെയൊക്കെ തേച്ചിരുന്നു. എന്നാലും കൂടെ എനിക്ക് ചെറിയ രീതിക്ക് പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കതൊക്കെ ഒന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. നല്ല മാർക്കുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് പോകണം. ഇപ്പം ഞാൻ ഒന്നും തയ്ക്കുന്നില്ല, ഒന്നും തയ്ക്കില്ല. കണ്ണ് പൊട്ട് ആ വക കാര്യങ്ങളല്ലാണ്ട്
പിന്നെ നമ്മുടെ മേക്കപ്പ് ചെയ്യുക പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യില്ല, ഡെയിലി നമ്മളൊന്നും ചെയ്യില്ല. ഇപ്പം നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഗാർണിയറിൻ്റെ ഒരു ക്രീം തേക്കും. ചില സമയത്തൊക്കെ ഫൗണ്ടേഷൻ ഇടാറുള്ളൂ കേട്ടോ. ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഫൗണ്ടേഷൻ ഇടാം. മഴയാണെങ്കിൽ ഞാനങ്ങനെ ഒന്നും തേക്കാനൊന്നും നിൽക്കില്ല. പിന്നെ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫൗണ്ടേഷനൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്യും. അല്ലാണ്ട് ഞാൻ ഡെയിലി വേറെ ഞാൻ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിലാണ് ഞാൻ ഈ കണ്ണെഴുതി പൊട്ട് തൊട്ട് സംഭവം ഇരിക്കുക. അല്ലെങ്കിൽ ഞാൻ കുറി ഉണ്ടാവും, അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പൊട്ട് നോക്കും, കണ്ണെഴുതാനോ ലിപ്സ്റ്റിക് ഇടാനോ നിൽക്കില്ല. നമ്മൾ വീഡിയോ എടുക്കണമെങ്കിലാണ് ഇതൊക്കെ ഒന്ന് തേച്ച് വന്നിരിക്കുക. അങ്ങനെ പിന്നെ ഇപ്പോൾ സമയം കറക്റ്റ് 9:20 കഴിഞ്ഞിട്ടുണ്ട്, 9:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ 5:30 to 10 മോർണിംഗ് റൂട്ടീനാണല്ലോ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ 5:30 to 10, അപ്പോൾ കറക്റ്റ് 10 വരെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 9:20 ആയിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി കഴിക്കാനാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഞാൻ 9:30-10 മണി ആ റേഞ്ചിലാണ് കഴിക്കുക. ഇന്നലെയാണ് ഇന്നലെ ഞാനിവിടെ ഫുള്ള് കർക്കിടക സംക്രാന്തിയുടെ ക്ലീനിങ് ഉണ്ട്. അത് ഞാൻ പാർട്ടായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതായത് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 60 സെക്കൻഡിൽ ഒതുക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഞാൻ ഓരോ സെക്ഷനാക്കി അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഫുള്ള് ക്ലീനാക്കി എടുത്തത്. സംക്രാന്തി ക്ലീനിങ് ഇന്നലെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഇന്നലെ ഞാൻ കഴിക്കുമ്പോൾ അതിൽ തന്നെ ഞാൻ ഇന്നലെ ഒരു വാട്ടയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 12:15 കഴിഞ്ഞിട്ട്. കാരണം ഫുള്ള് എനിക്കങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. നമ്മൾ ഇവിടെ കേട്ടോ ചാർജ് കുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാനെങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും രാവിലെ എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഇല്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ എന്തും ചെയ്യുള്ളൂ. പക്ഷേ പൊതുവേക്കുള്ളൊരു സ്വഭാവമാണ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങിയാൽ അത് ഫുള്ള് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് എടുത്ത് കഴിക്കും. കാരണം എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സൈഡാവും. എനിക്ക് എവിടെയെങ്കിലും കിടക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റേ പാമ്പേനെ വിഴുങ്ങിയ പോലെ എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയാവും ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഫുള്ള് ഇതാക്കണ്ട കുളി വരെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് സെറ്റായതിന് ശേഷമേ ഞാൻ ഒരു സാധനം എടുത്ത് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ 12:20 ആയിട്ടുണ്ട്. പിന്നെ 2 മണി 2:30 ആകുമ്പോഴേക്കും ചോറും ഉണ്ട്. കാരണം ഓട്ട് ഷേക്ക് കുടിച്ചപ്പോഴേക്ക് വയറ് വല്ലാണ്ട് നിറഞ്ഞില്ല. പിന്നെ ഒരുപാട് ടൈം ആയില്ല, വല്ലാണ്ട് തണുത്തപ്പോഴും മധുരം കുറവല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം വന്നു. എനിക്ക് ചെറിയ മടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നു. പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഒരു ഇത്. അപ്പോൾ ഇനി പറഞ്ഞ പോലെ എനിക്ക് കഴിക്കാനാണുള്ളത്. അത് കഴിക്കണം. ഷേക്ക് അടിച്ച് വെച്ചിട്ടുണ്ട് ചേട്ടൻ. ഇന്ന് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടില്ല കേട്ടോ, ജാറിൽ തന്നെ അങ്ങനെ വെച്ചേക്കുക. നേരം മെഴുകും തോന്നിയാലാണ് ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറ്. അപ്പോൾ ആ ഷേക്ക് കഴിക്കണം. ഷേക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ പോലെ ഫ്രണ്ടിലിരിക്കും കുറച്ച് നേരം. പിന്നെ ഒരു 10 മണി 10:15 ആകുമ്പോൾ ഞാൻ ഉള്ളിൽ കയറും. ടി വി ഞാൻ കാണില്ല. പൊതുവേ ഞാൻ ടി വി കാണുന്ന സ്വഭാവം പണ്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അതായത് നമുക്ക് ഫോണ് ഫ്ലാറ്റുകൊണ്ടാണ് ഫോണ് ഇല്ലാത്ത കാലത്ത് ഞാൻ നന്നായി ടി വി കണ്ടിരുന്ന ഒരാളാണ്. ടി വി മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിലേക്ക് ഫോണ് കിട്ടിയോ അന്നൊട്ട് ഞാൻ ടി വിന് ഉപേക്ഷിച്ച ആളാണ്. വെറും ഫോൺ മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും അതെ, ഞാൻ ടി വി അങ്ങനെ കാണാവുന്നില്ല. ഇരുന്ന് ഫോണിൽ തന്നെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ സിനിമയോ വീഡിയോസോ ഒന്നും വേണ്ടല്ലോ. ഞാൻ കൂടുതൽ വീഡിയോസ് റീലും കാര്യങ്ങളൊക്കെ കാണും. യൂട്യൂബ് ഞാൻ കാണൽ കുറവാണ്. അതാണ് മെയിനായിട്ട് ഞാൻ യൂട്യൂബിലേക്ക് വരാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം. ഞാൻ ഫുള്ള് ഇൻസ്റ്റ മാത്രം യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. വാട്സപ്പ് പോലും അങ്ങനെ തുറക്കില്ല. ഇൻസ്റ്റ മാത്രം യൂസ് ചെയ്തിരുന്ന ആളായിരുന്നു. അങ്ങനെ ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആവുന്നത്. പിന്നെയാണ് എനിക്ക് യൂട്യൂബ് കുറച്ചായിട്ട് യൂട്യൂബ് കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് യൂട്യൂബ് നോക്കിയാലോ യൂട്യൂബിൽ ആക്റ്റീവ് ആയാലോ എന്നൊക്കെ തോന്നിയത്. അങ്ങനെ ഇപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നല്ലോണം ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ഈ ഒരു കുറച്ച് നാൾ കൊണ്ട് സംഭവം നമ്മുടെ കയ്യിൽ യൂട്യൂബ് 2 കൊല്ലമായിട്ടുണ്ട്. പക്ഷേ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് നോക്കി അറിയാം എത്രത്തോളം വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ 1 2 തേജുവിൻ്റെ വീഡിയോ, പിന്നെ ഓരോ ഷോർട്ട് വീഡിയോകൾ തേജുവിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ വേറെ യൂട്യൂബിൽ യൂട്യൂബിൽ ഇതാവണമെന്ന് വിചാരിച്ചിട്ടല്ല, വെറുതെ അപ്ലോഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന പോലെ ചെയ്തിരുന്നതായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ആക്റ്റീവായിട്ട് ശരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് പറയില്ലേ, ഇതൊരു യൂട്യൂബ് ഇഷ്ടപ്പെട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഞാനിത് 1 മാസം പോലും ആയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ ഹോം ടൂർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഇഷ്ടം അങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെയ്തു എന്നുള്ളൂ. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ യൂട്യൂബ്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവ് ടൈം കൊണ്ട് എനിക്ക് എന്തായാലും നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്. ഒരുപാട് എന്താ പറയുക സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ സപ്പോർട്ടും കാര്യങ്ങളും. അത് കൂടാണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൽ തന്നെ സന്തോഷം തരേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ കഴിക്കട്ടെ, 9:30 ഉണ്ടാവും. കഴിച്ചിട്ട് വരാം. ഫോൺ ചാർജ് കുത്തി വെച്ചോണ്ടാട്ടോ ഞാൻ
കൂടുതലൊന്നും ഇതാക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഇടുന്നു. ഇതിപ്പോൾ ചാർജ് ആയില്ലെങ്കിൽ ശരിയാവില്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് സജഷൻ വേണമെങ്കിലും പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല. ലോങ് വീഡിയോയാണ് എല്ലാവരും നമ്മളോട്, എല്ലാവരും വെച്ചാൽ കമൻറ്റ് ഇടുന്ന കുറച്ച് പേര്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് ലോങ് വീഡിയോ ഒക്കെ ഇടാൻ പറയുന്നുണ്ട്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ എത്രത്തോളം എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഈ ഒരു ഇതുവരെയുള്ള വീഡിയോ വരെ ഞാൻ എങ്ങനെ എടുത്തത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അവിടെ ക്യാമറ കൊണ്ടിരിക്കണം, ഇവിടെ ക്യാമറ കൊണ്ടിരിക്കണം, അങ്ങ് പറഞ്ഞിട്ട് പിന്നെ ആകെ കയ്യിൽ നിന്ന് പോവാണ്. അടുത്ത് എന്താ ആകെ നമ്മൾക്ക് കോൺസെൻട്രേഷൻ ക്യാമറ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലേ നമുക്ക് വീഡിയോസ് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ നോർമലി നമ്മളൊരു വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു പോവുക വെച്ചാൽ അങ്ങനെ ചെയ്തു പോവും. നേരെ മറിച്ച് നമുക്കൊരു വീഡിയോ എടുത്ത് തരാൻ ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നടന്നാൽ മതി, പിന്നാലെ നടന്നെടുത്ത് തരും. ഇതിപ്പോൾ ഞാൻ തന്നെ ക്യാമറ കൊണ്ടുവയ്ക്കണം, അത് കഴിഞ്ഞ് ഓഫാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണം, പിന്നെ വീണ്ടും അടുത്ത് അങ്ങനെ നിൽക്കണോണ്ട് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അതാണ് ഞാൻ ഡെയിലി ഇതുവരെയുള്ള റുട്ടീൻ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാം. പിന്നെ എനിക്ക് ഫസ്റ്റ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക മിക്കവാറും തേജുവിന് ക്ലാസ് ഇല്ലാത്ത ദിവസമായിരിക്കും, അന്നേ പറ്റുണ്ടാവുള്ളൂ. കാരണം നമുക്കെല്ലാം എനിക്കാണെങ്കിൽ ഒക്കെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് വരണമെങ്കിൽ തേജുവിന് ഒരു ദിവസം ക്ലാസ് ഇല്ലാത്ത ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എന്തായാലും ചെയ്യാം. പറ്റുമെങ്കിൽ ഇൻഷാറ്റിനുള്ള ദിവസം സൺഡേ, അതാകുമ്പോൾ സുഖമായില്ലേ. എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, നമുക്ക് കുറച്ച് ആശ്വാസത്തോടു കൂടെ ചെയ്യാം. അപ്പോൾ തേജുവിന് ക്ലാസ് ഉള്ള ഒരു ദിവസം, അതായത് തേജുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തേജുവിന് ക്ലാസ് ഉള്ള ദിവസം നമുക്ക് ഞാനൊന്ന് സെറ്റാവട്ടെ, അതായത് ഞാനൊന്ന് പഠിച്ച് സെറ്റായതിന് ശേഷം നമുക്ക് തേജുവിന് ക്ലാസ്സുള്ള ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് ക്ലാസ് ഇല്ലാത്ത ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ആയിരിക്കും അങ്ങനെ. അപ്പോൾ അങ്ങനെ കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം ബായ് പറയാൻ. അപ്പോൾ പറ്റുമെങ്കിൽ കുറച്ച് നേരം കൂടി ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ എന്തായാലും മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, ഷേക്ക് കുടിച്ചിട്ട് വരാം. ബായ് ഗൈസ്. ഞാൻ ഷേക്ക് കുറച്ചേ കുടിച്ചുള്ളൂ കേട്ടോ, കാരണം പഴം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോബസ്റ്റ് പഴം ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ അത് പഠിക്കാറത്. അപ്പോൾ പഴം കഴിഞ്ഞിട്ടുണ്ട്, അപ്പം അത് ഇല്ലാണ്ട് അടിച്ചുകൊണ്ട് ആ ഷേക്കിൻ്റെക്ക് തീരെ ഇഷ്ടമായില്ല. ഞാനത് മധുരത്തിനാണല്ലോ റോബസ്റ്റ് പഴം അടിക്കുന്നത്, റോബസ്റ്റ് ആകുമ്പോൾ സീനില്ല. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമായില്ല, ഞാൻ കളഞ്ഞു. കുറച്ച് കഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വരിക. പിന്നെ എനിക്ക് ചൂട് കൊടുക്കണം കഴിക്കാൻ, കുറച്ച് ചൂട് കൊടുക്കണം കഴിക്കാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ നല്ല തണുപ്പിച്ചിട്ട് കഴിക്കണം. നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള തണുപ്പിലേക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ട് കളഞ്ഞു. കുഴപ്പമില്ല, കുറച്ച് നേരത്തെ ചോറുണ്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ സമയം 9:40 കേട്ടോ. ഞാൻ വൈൻഡപ്പ് ചെയ്താലോ, ക്ലോസ് ചെയ്താലോ എന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താ ഡ്രസ് കളക്ഷൻ കുറേ ഇത് കമൻറ്റും അല്ലേ എന്താ പറയുക നമ്മുടെ മെസ്സേജുമായിട്ട് വരുന്നുണ്ട്, വീഡിയോസ് ചെയ്യാൻ റെക്കമെൻഡ് ഇങ്ങനെ ഇത് ചെയ്യുമോ അത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ചെയ്യണോണ്ടല്ല കേട്ടാ, ചെയ്യണോണ്ട് നമുക്ക് വരുന്നില്ല, പക്ഷേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് ഡ്രസ് കളക്ഷൻ ചെയ്യണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ഷെൽഫിലാണ് ഓൾറെഡി മടക്കി വെച്ചിട്ടുള്ള തുണികളാണ്. അപ്പോൾ ഡ്രസ് കളക്ഷൻ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ പുറത്തേക്ക് വലിച്ചിടണം. അപ്പോൾ വൃത്തിയിൽ ഒതുങ്ങിയിരിക്കണോണ്ട് എനിക്ക് പുറത്തേക്ക് വലിച്ചിടാൻ തോന്നുന്നില്ല. അതാണ് ഞാൻ അത് ചെയ്യാണ്ട് നിൽക്കുന്നത്. ഒന്ന് എന്താ പറയുക, ഷെൽഫൊക്കെ ഒന്ന് അലങ്കോലം ആയിക്കഴിഞ്ഞാൽ ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇടുമല്ലോ. അപ്പം ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. അലങ്കോലം ആവട്ടെ. വിൻഷാട്ടിൻ്റെ ആ ഒരു ഷെൽഫ് മാത്രമാണ് അലങ്കോലമായിട്ട് കിടക്കുന്നുള്ളൂ. എൻ്റെ അവിടെ ഒന്നും വലിയ സീനില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പിന്നെ മേക്കപ്പ് വീഡിയോ അതൊക്കെ പതുക്കെ സെറ്റ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് കൂടുതൽ ചോദിച്ച് നിൽക്കുന്നത് ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി എന്തായാലും ചെയ്യും, ചെയ്യാണ്ടിരിക്കാനൊന്നും പോണില്ല. ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ പോലെ ചേട്ടനൊന്ന് ഫ്രീ ആയിട്ട് വരണം. ഫ്രീ ആയിട്ട് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ലവ് സ്റ്റോറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലവ് സ്റ്റോറിയും ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ ഡെയിലി ഞാൻ ഷോർട്സ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്നും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതെന്തായാലും ചെയ്യാൻ ഞാൻ നോക്കാം. അപ്പോൾ പിന്നെന്താ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലവർ നമ്മളതിനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു ഇതിൽ വെച്ചിട്ട് യൂട്യൂബിൽ കാണുമ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി യൂട്യൂബ് വീഡിയോ കാണണം അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ ഇൻസ്റ്റയിലും കാണാത്ത കുറേ പേര് യൂട്യൂബിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ കയറി മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ മെസ്സേജ് അയക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇൻസ്റ്റയിൽ കയറിയിട്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടു അങ്ങനെ കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ നല്ല സപ്പോർട്ട്, യൂട്യൂബ് ത്രൂ ഇൻസ്റ്റയിലേക്കും ഇൻസ്റ്റയിൽ നിന്ന് യൂട്യൂബിലേക്കും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറേ പേര് അങ്ങനെ നമുക്ക് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്, കുറേ ഫ്രണ്ട്സിനെ. പിന്നെ ഈ പറഞ്ഞപ്പോൾ യൂട്യൂബിൽ നിന്ന് കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങൾ വേറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാനിനി എന്തായാലും സിറ്റ് ഔട്ടിൽ പോയി കുറച്ച് നേരം പുറത്തേക്ക് നോക്കി ഫോൺ നോക്കിയിരിക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് നേരം ഇവർ പോയി കഴിഞ്ഞാൽ ഞാൻ 2 റൂമിൽ എവിടേക്കും ഞാൻ പോവില്ല, ഫുഡ് കഴിക്കാൻ മാത്രമാണ് ഞാനിത് ഒന്ന് അടുക്കളയിൽ പോയിട്ട് ഫുഡ് എടുത്ത് വരിക. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ സോഫയിൽ ഞാൻ കിടക്കും, അല്ലെങ്കിൽ അത് ഇവിടെ നേരെ ഇങ്ങനെ അങ്ങോട്ട് കിടക്കും. ഈ 2 സ്ഥലത്ത് മാത്രമാണ്
ഞാൻ ഇരിക്കുള്ളൂ. പിന്നെ ഒന്നിന് ഞാൻ ഒറ്റ റൂമിലേക്ക് ഞാൻ പോലിക്ക് പേടിയാണ്. സത്യം പറഞ്ഞാൽ അതാണ്, എനിക്ക് പേടിയാണ്. ഞാൻ ഈ റൂമിൽ ഇവിടെ പിന്നെ ഓൾറെഡി കുറച്ച് വെളിച്ചം ഉണ്ടാവും. ഈ റൂമിൽ ഞാൻ ജനലയുടെ കർട്ടൻസൊക്കെ തുറന്നിടുള്ളൂ വെളിച്ചം കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവില്ല. പരമാവധി ഇത് ഈ ഒരു ഏരിയ, ഈ ഒരു കോർണറിൽ തന്നെ ഞാൻ ഇരിക്കുള്ളൂ. ഇറങ്ങും കൂടി ഞാൻ പോവില്ല, കഴിക്കാൻ മാത്രം ഇറങ്ങും. പിന്നെ ഒരു 3 മണി 2:30 3 മണി ആ റേഞ്ച് ആയാലാണ് ഞാൻ കിച്ചണിലേക്ക് പോവുക വൈകിട്ടത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ ഒന്നിലേക്ക് ഞാൻ പോവില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കും ഇവിടെ. ഈ പറഞ്ഞ പോലെ നേരം പോവുമോ ചോദിച്ചാൽ നേരമൊക്കെ പെട്ടെന്ന് പോവും. കുറേ പേര് ചോദിക്കും എങ്ങനെ നേരം പോകണമെന്നൊക്കെ. പക്ഷെ നേരമൊക്കെ വേഗം പോകുന്നുണ്ട്. എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും ഇരിക്കും. പിന്നെ കുറച്ച് റീലും കാര്യങ്ങളും കാണും. പിന്നെ കുറച്ച് ഞാൻ ഫേസ് യോഗയല്ല എന്താ പറയുക, ഫേസ് മസാജില്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നേരം പോകും. 2 നേരം ഞാൻ ചെയ്യും കേട്ടോ ഫേസ് മസാജ്. രാവിലെ നേരം വിളിച്ചാകുമ്പോൾ നേരത്തെ എനിക്ക് വെച്ചെങ്കിൽ 5 മിനിറ്റ് ഒന്ന് ചെയ്യും. ഇന്നിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഞാൻ വീണ്ടും TV-യിൽ യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ വീണ്ടും ഫേസ് മസാജും കാര്യങ്ങളൊക്കെ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ണം വെക്കില്ലേ, വണ്ണം വെക്കുമ്പോൾ നമുക്കിവിടെ ഡബിൾ ചിന്ന് വരും. ഇവിടെ അങ്ങനെ ഇപ്പം എനിക്ക് കുറഞ്ഞു കേട്ടോ, കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുന്നേ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോവുക, ഡബിൾ ചിന്ന് വരും നമുക്ക്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഞാൻ അങ്ങനെ ആക്കണം കേട്ടോ. ഇതൊക്കെ സാധനങ്ങൾ ഇത്. പിന്നെ നമ്മുടെ ഈ ജോലൈനൊക്കെ കണ്ടില്ലേ, എനിക്കൊന്നും ജോലൈൻ എന്താ ഇവിടെ ഉണ്ട് സാധനങ്ങൾ കണ്ടോ. ജോലൈൻ അത്ര ഇപ്പം ഒന്ന് കുറഞ്ഞേക്കട്ടെ, മറ്റേത് ഇത്രയും നിന്നോട് നോക്കി. ഇപ്പം മസാജ് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട്. എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട്. കാരണം ഞാനൊരു 1.5 ആഴ്ച ഉണ്ടാവും ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഈ ജോലൈനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് മസാജ് ചെയ്യുന്നുണ്ട്. കൈ കൊണ്ടാട്ട ചെയ്യാം, കൈ കൊണ്ട് ഫേസ് മസാജ് ചെയ്യും. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടാൽ നമുക്ക് ചിരി വരും. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എൻ്റെ ഫുള്ള് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഫേസ് മസാജ് ചെയ്യും. നിങ്ങൾക്ക് കണ്ടറിയാണ്ടല്ലോ, കണ്ടോ ഈ സാധനം കണ്ടില്ലേ, ഇതും കൂടി എനിക്ക് പോവുള്ളൂ. ഇത് 1 മാസം കൊണ്ട് പോകണ്ട, കുറച്ചേ പോവുള്ളൂ. അപ്പോൾ ഈ ജോലൈനും കറക്റ്റ് ആയാലോ, അല്ലെങ്കിൽ നമ്മുടെ മുഖം ഒരുപാട്, അല്ലെങ്കിൽ 10-25 വയസ്സായിട്ടുള്ളൂ, 10-35 വയസ്സ് തോന്നുമ്പോൾ കണ്ട. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നാമത് ഫേസ് മസാജ് നമുക്ക് ഫേസിന് ഗ്ലോ തരും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അത് കുറച്ച് നാളായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സ്കിൻ കെയറിൽ പെടുവോ ഈശ്വര. സ്കിൻ കെയറിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, നമ്മൾ ചീലമോത്തോരോ ക്രീം തേക്കുക, പിന്നെ മഞ്ഞൾ, ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അതാട്ടോ ഞാൻ ചെയ്യാത്തത്. ഈ ഒരു സാധനം ഇപ്പോൾ ഞാൻ 1.5 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ ഫേസ് മസാജ് തുടങ്ങിയിട്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നും പറയാം. പിന്നെ ഞാൻ ഈ വണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് കുറച്ച്. പക്ഷേ ഇടയ്ക്കൊക്കെ കഷ്ടപ്പാട് കൂട്ടാം. എന്നാലും ഞാൻ പിറ്റേ ദിവസം അതിന് വേണ്ടി ഇരട്ടി കഷ്ടപ്പെടും. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ബെൽ ബട്ടണൊക്കെ ഒന്ന് ഓണാക്കിയിട്ടോളൂ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ എല്ലാവർക്കും ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. ഡെയിലി ഞാൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.